യഹോവ ശീലോന്യനായ അഹീയാവ് മുഖാന്തരം നബാത്തിന്റെ മകനായ യൊരോബെയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. ഇത് മുഴുവൻ യഹോവയാൽ സംഭവിച്ചതാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന വിഷയവും എടുക്കാത്ത വിഷയവും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയവും ഇതെല്ലാം യഹോവയാൽ സംഭവിച്ചു. ഇവിടെ ആ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അവിടെ നിന്ന് പറയേണ്ടത്. ആ വിശേഷിച്ച ഇസ്രായേൽ ചരിത്രം, ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേല് അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന ഈ ജാതി, ഈ ജനത, ഈ വംശം, ഈ സമൂഹം ഉടലെടുക്കുന്നത്. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 ഗോത്ര പിതാക്കന്മാർ, രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ളതായ 12 ഗോത്ര പിതാക്കന്മാർ. ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് പ്രയാണം ചെയ്ത് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് ഏതാണ്ട് 10 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 12 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 10 ഇടങ്ങളിൽ വെച്ച് ശിക്ഷ നടത്തി. ഒടുവിൽ കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവരുടെ നായകനാകുന്ന അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന മോശെ മരിച്ചു. ദൈവം മോശയെ അടക്കി. അതിനു മുമ്പ് അഹ്റോൻ മരിച്ചു. അപ്പോൾ തന്നെ മിറിയാമും മരിച്ചു. മോശയ്ക്ക് ശേഷം മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത ആ യോശുവ നേതൃത്വ നിലയിൽ വന്നു. യോശുവയുടെ നേതൃത്വത്തിൽ ഇവര് യോർദാൻ കടന്നു. യോർദാൻ കിടക്കുന്നതിന് മുമ്പ് 2.5 ഗോത്രക്കാർ യോർദാനിക്കരെ പാളയമടിച്ചു. രൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രം. ശിഷ്ടമുള്ള 9.5 ഗോത്രക്കാർ യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട് യോർദാൻ കടന്ന് അവർ മുൻപോട്ട് പ്രയാണം ചെയ്തു. എരിഹോ കോട്ട പിടിച്ചടക്കി, ഹായി പട്ടണം പിടിച്ചടക്കി, ഗിബയോൻ പട്ടണം ഇവര് നേടിയെടുത്തു. പിന്നീട് ഇവര് കനാനിലേക്ക് കുടിയേറി ജാതീയ ശക്തികളുമായിട്ട് പൊരുതി. എന്തിനേറെ യോശുവയുടെ നേതൃത്വത്തിൽ ദേശം ചീട്ടിട്ട് പകുത്തു കൊടുത്തു. ആദ്യമായിട്ട് അവകാശം ലഭിച്ചത് യഹൂദാ ഗോത്രത്തിന്. ആ യഹൂദാ ഗോത്രത്തിൽ തന്നെ കാലേബിനും അവകാശം ആദ്യം കൊടുത്തു. പിന്നീടാണ് ബാക്കിയുള്ളവർക്കല്ല ഇത് കൊടുക്കുന്നത്. അങ്ങനെ ദേശം പകുത്ത് ഇവർക്ക് കൊടുത്തു. ഇവരെ ദേശത്ത് പാർത്തു. തിരുനിവാസം ഇവർ കൊണ്ട് സ്ഥാപിച്ചു. അനന്തരം ഇവരെ നടത്തിപ്പുകാരായിട്ട് ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒക്കനിയേല്, ശങ്കർ, യഹൂദ, ദബോര, ഗിദയോന്, ഇബ്താഗ്, ബാരാക്ക്, ഇങ്ങനെയുള്ള ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു കൊടുത്തു. ഒടുവിലായിട്ട് ന്യായാധിപനായിട്ടും പ്രവാചകനായിട്ടും ശാമുവേലിനെയും ദൈവം ഇവർക്ക് എഴുന്നേൽപ്പിച്ചു. ശാമുവേലിൻ്റെ കാലം വന്നപ്പോൾ ഇസ്രായേൽ ശഠിച്ചു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരണം. അമോര്യർക്ക് രാജാവുണ്ട്, മോവാബ്യർക്ക് രാജാവുണ്ട്, അമ്മോന്യർക്ക് രാജാവുണ്ട്, ഞങ്ങൾ നോക്കുന്നിടത്തെല്ലാം രാജാക്കന്മാരുണ്ട്, ഞങ്ങൾക്കും ഒരു രാജാവിനെ തരണം. അപ്പോൾ ദൈവം ഇവരോട് പറഞ്ഞു, ഞാനാ നിങ്ങളുടെ രാജാവ്, ഞാൻ നിങ്ങളെ ഭരിക്കാം. അല്ലല്ല, ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഒരു രാജാവിന് വേണം. പ്രവചന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് കോപത്തിൽ ഒരു രാജാവിനെ കൊടുത്തെന്ന. അതെ, പ്രഥമ രാജാവായിട്ട് ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗലിനെ രാജാവായിട്ട് കൊടുത്തു. ശൗല് 40 കൊല്ലം ഭരിച്ചു. അതിൽ ദൈവകൃപയിൽ എത്ര നാൾ ഭരിച്ചു എന്നുള്ളതൊക്കെ ചിന്തനീയമാണ്. പോട്ടെ, നമ്മുടെ വിഷയമല്ല. ശൗലിൻ്റെ ആ ഭരണം
കഴിഞ്ഞ് ദൈവം ദാവീദിനെ ആ സ്ഥാനത്ത് ആക്കി. അദ്ദേഹം ഒരു 40 കൊല്ലം നന്നായിട്ട് ഭരിച്ചു. ദാവീദിന്റെ ഭരണം കഴിഞ്ഞപ്പോൾ തൻ്റെ മകൻ ശലോമോനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ ശലോമോനും ഒരു 40 കൊല്ലം ഇസ്രായേൽ ജനത്തെ ഭരിച്ചു. ഈ 3, 4, 12, 120 വർഷം ഈ രാഷ്ട്രം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ഒരാളുടെ കീഴിലുള്ള ഭരണമാണ്. ദാവീദിന്റെ കീഴിൽ, ശൗലിന്റെ കീഴിൽ, ദാവീദിന്റെ കീഴിൽ, ശലോമോന്റെ കീഴിൽ. ശലോമോൻ മരിച്ചതിന് ശേഷം ശലോമോന്റെ മകൻ രഹബയാമിനെ രാജാവാക്കാൻ ഒരുങ്ങി. ആ രഹബയാമിനെ രാജാവാക്കുവാൻ ഇവര് ശേഖേമിലാണ് അതിനുള്ള സ്ഥലം കണ്ടെത്തിയത്. വായിച്ചേ 12-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. ഇസ്രായേലും ശേഖേമിൽ വന്നിരുന്നത് കൊണ്ട് രഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രായേലും ശേഖേമിൽ വന്നിരുന്നത് കൊണ്ട് അവനും ശേഖേമിൽ ചെന്നു. നെബാത്തിന്റെ മകനായ യൊരോബെയാം മിസ്രയീമിൽ അത് കേട്ടാറേ. അപ്പൊ ഇവര് ശേഖേമിലാണ് ഈ രാജാവാക്കാനായിട്ട് ഒന്നിച്ചു കൂടിയത്. ശേഖേം, ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ശേഖേം. ഈ പോയിട്ടുള്ളവര് പറയുന്നത്, ഞാനവിടെ പോയിട്ടില്ല, അവസരം കിട്ടിയാൽ പോവും. പോയിട്ടുള്ളവര് വന്ന് പറയുന്നത്, ഏതാണ്ട് യെരുശലേമിന് 65 കിലോമീറ്റർ വടക്കാണ് ഈ ശേഖേമെന്ന്. യെരുശലേമിൽ നിന്ന് ഒരു 65 കിലോമീറ്റർ വടക്ക്. ഞാൻ പോയിട്ടില്ലേ, അവസരം കൃത്യം കണ്ടോ എന്നൊക്കെ ചെന്ന് ചോദിക്കരുത്. ഞാൻ പിന്നെ അവസരം കിട്ടുക പോയിച്ച് വരുമ്പോൾ ഞാനൊന്നുകൂടെ പറയാം. ഇത് മനശ്ശെ ഗോത്രത്തിലുള്ള ഒരു സ്ഥലമാണ് ശേഖേം. മനശ്ശെ ഗോത്രക്കാർക്ക് അവകാശമായി കൊടുത്ത സ്ഥലങ്ങളിൽ പെട്ടതാണ് ഈ ശേഖേം. നിങ്ങൾ യോശുവയുടെ പുസ്തകം നിങ്ങൾ ഇതിൻ്റെ 17-ാം അധ്യായം വന്നെടുത്ത് 17-ന്റെ 6-7 വായിച്ചേ. മനശ്ശെയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനശ്ശെയുടെ അതിരോ ആശേർ മുതൽ ശെഖേമിന് കിഴക്കുള്ള മിക്മെഥാത്ത് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പൂഹയിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടുകിടക്കുന്നു. അപ്പൊ ഇത് മനശ്ശെ ഗോത്രത്തിന് കിട്ടിയ അവകാശത്തിൽപ്പെട്ട സ്ഥലമാണ് ശെഖേം. അപ്പൊ ഈ ശേഖേം വടക്കുള്ള 10 ഗോത്രത്തിന് സ്വീകാര്യമായ സ്ഥലമായി ശേഖേം. വടക്കിൽ നിന്ന് അവർക്ക് ഇങ്ങോട്ട് വരാം, തെക്കുള്ളവർക്ക് ഒന്നുകൂടെ കൂടാ. അതുകൊണ്ടാണ് ഈ ശേഖേം ഇവർ തിരഞ്ഞെടുത്തത്. ആ ശേഖേമിൽ വെച്ചാണ് രഹബയാമിനെ, ശലോമോന്റെ മകൻ രഹബയാമിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോവുക. അപ്പൊ യഹൂദയെ സംബന്ധിച്ച് ചരിത്രപരവും ആത്മീയമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് ശേഖേം. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച്, യഹൂദ ജനത്തെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടും ആത്മീയമായിട്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ് ശേഖേം. അതിൻ്റെ ഒരു തെളിവ്, അബ്രഹാമിന് ദൈവം പണ്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ശേഖേം. നിങ്ങൾ വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എടുത്ത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6, 7, 5 മുതൽ വായിച്ചു. 6 മുതൽ വായിച്ചു. അബ്രഹാം ശെഖേം എന്ന സ്ഥലം വരെയും ഏലോൻ മോരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അബ്രഹാം ഈ ശേഖേമിൽ കൂടെ ഒക്കെ സഞ്ചരിച്ചു. പിന്നെ അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അപ്പോൾ പൂർവ്വപിതാവാകുന്ന അബ്രഹാമിന്, അല്ലെ വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിന്, ഗോത്ര പിതാവെന്ന് പറയുന്നത് തെറ്റില്ല. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ശേഖേം. അപ്പോൾ യഹൂദനെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് ശേഖേം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവർ സ്ഥലം തിരഞ്ഞെടുത്തത്.
മാത്രമല്ല യാക്കോബും തൻ്റെ കുടുംബവും എല്ലാം കൂടി ഇവിടെ വന്ന് പണ്ട് പാർത്തതാ. ഉൽപ്പത്തി 33 ഉൽപ്പത്തി പുസ്തകം 33 അധ്യായത്തിന്റെ 18, 19, 20 ഒന്ന് വായിച്ചേ. യാക്കോബ് പദ്ദനരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശെഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. കനാൻ ദേശത്തിലെ ശെഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. അപ്പോൾ യാക്കോബും തന്റെ കുടുംബാംഗങ്ങളും എല്ലാം കൂടെ വന്ന് പാർത്ത സ്ഥലമാണ് ശെഖേം. ശെഖേമിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ആ ശെഖേമിനെ പറ്റി പഠിക്കുമ്പോൾ യോസേപ്പ് മരിക്കാൻ നേരത്തെ സഹോദരന്മാരോട് പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവാ, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ ഇവിടുന്ന് കൊണ്ടുപോകണം. എൻ്റെ അസ്ഥി ഈ നാട്ടിൽ നിന്നും ഇടരുത്, മിസ്രൈമിൽ ഇടരുത്. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ, കനാനിലേക്ക് പോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയിട്ട് അത് കനാനിൽ കൊണ്ടുവേണം അടക്കാൻ. അങ്ങനെ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ടൈം ആയപ്പോൾ ഇവർ മിസ്രൈം പുറപ്പെട്ടപ്പോൾ യോസേപ്പിൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോയി. അതന്നെ പറയാൻ താമസം. യോസേപ്പിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നി. യോസേപ്പിന്റെ അസ്ഥികളും കൂടെ ഇവര് കൊണ്ടുപോയി. ഈ മരുഭൂമിയിൽ 40 കൊല്ലം യാത്ര ചെയ്തിട്ടൊന്നും ഈ അസ്ഥി ഇവർ കളഞ്ഞില്ല, സൂക്ഷിച്ചു. ആ ഉടമ്പടിയുടെ വിശേഷത കണ്ടോ? നമ്മളായിരുന്നു ആ മന്ന പെറുക്കി ആട കിട്ടുന്നത് അത്തിയും കൊണ്ടെടുത്ത് പിന്നെ നീ ആട അത്തിയും ചുവന്നുകൊണ്ട് അടക്കാൻ പോവുക. മാറായി വന്നപ്പോൾ മാറ കഴിച്ച് ആകെ കഴിപ്പാ എന്നെ യോസേപ്പിൻ്റെ അത്തി. നമ്മളൊന്നെ തല്ലിപ്പൊട്ടിച്ച് തവിടുപൊടിയാക്കും. അവരത് ചെയ്തില്ല. ഈ മരുഭൂമിയിൽ പ്രയാണം ചെയ്ത നാളെല്ലാം ഈ അസ്ഥി അവർ സൂക്ഷിച്ച് ഒടുവിൽ കനാനിൽ ചെന്നു. യോർദാൻ കടന്നപ്പോഴും അസ്ഥി കളഞ്ഞില്ല. ഇതിനിടയ്ക്ക് അമാലേക്കരുമായിട്ട് യുദ്ധം ഉണ്ടായി. ഹെശ്ബോനിലും സീഗോനും ഓഗും ഇവരൊക്കെ ആയിട്ട് നല്ല പൊരിഞ്ഞ പടപൊരുതിയ. എന്നാലും ഒന്നും അസ്ഥി കളഞ്ഞില്ല, അസ്ഥി സൂക്ഷിച്ചു. കാരണം ദൈവസന്നിധിയിലെടുത്ത ഉടമ്പടിയാണ്. അങ്ങനെ സൂക്ഷിച്ച് അത് ക്രമപ്പെടുത്തി കനാനിൽ ചെന്ന് ആ ദേശമെല്ലാം കൈയടക്കി അവകാശപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യോസേപ്പിന്റെ അസ്ഥി അവരടക്കിയത് ശെഖേമില. ഉണ്ടോ ശെഖേമിന്റെ പ്രത്യേകത? യോശുവയുടെ പുസ്തകം എടുത്ത് 24 അധ്യായത്തിന്റെ 32 വായിച്ചേ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോന്ന യോസേഫിന്റെ അസ്ഥികളെ അവർ ശെഖേമിൽ യാക്കോബ് ശെഖേമിന്റെ അപ്പനായ ഹമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. എങ്ങനുണ്ട്? ഈ യാത്രയെല്ലാം ചെയ്തിട്ട് അവർ യോസേപ്പിന്റെ അസ്ഥി കളഞ്ഞില്ല. എന്തോ മനസ്സും സമർപ്പണവും ജീവിത പ്രതിഷ്ഠയും. സ്തോത്രം. നമ്മൾ റേഷൻ കാർഡ് തപ്പി ഊപ്പാട് വരിക, പിന്നെ 40 കൊല്ലം റേഷൻ കാർഡ്. സ്തോത്രം. 40 കൊല്ലം ഇവന് മരുഭൂമിയിൽ പ്രയാണം ചെയ്തിട്ടും ഇത് കളഞ്ഞില്ലെന്നുള്ളതാണ്. കനാനിൽ കാലുകുത്തി അവകാശ ഭൂമിയെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ സൂക്ഷം കൊണ്ടുവന്ന ഈ അസ്ഥി ശെഖേമിൽ അടക്കി. എന്തോ പ്രത്യേകതയാണ് അവരുടെ. മാത്രമല്ല ശെഖേമിന്റെ വേറൊരു അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞ അങ്ങനെ അങ്ങ് പോവും. അപ്പൊ ശെഖേമിന്റെ വേറൊരു പ്രത്യേകത, ഈ യോശുവയുടെ കാലം വന്നപ്പോൾ ഉടമ്പടി പുതുക്കിയ സ്ഥലം ശെഖേമാണ്. ഇവരൊന്നുകൂടെ ഉടമ്പടി പുതുക്കി. നിങ്ങൾ യോശുവയുടെ പുസ്തകം 24 അധ്യായത്തിൽ മൊത്തം പഠിക്കണം. 1 മുതൽ 27 പഠിക്കുമ്പോൾ 1 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ ഉടമ്പടി പുതുക്കുക. അതിലാ 24ന്റെ 1 വായിച്ചാൽ മതി, നേരമില്ല. യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ശെഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും. അപ്പോൾ ശെഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും വിളിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. ഇനി പിന്നീട് നിങ്ങൾ അവസരം കിട്ടുമ്പോൾ വായിച്ചു. നിങ്ങൾ അവിടെ ഒക്കെ വായിച്ചിട്ടുള്ളതാണെന്ന് അറിയാമെങ്കിലും പിന്നെ വായിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ യോശുവയുടെ പുസ്തകം 24 പഠിക്കുമ്പോൾ ഇവര് ഉടമ്പടി പുതുക്കുക യോശുവയുടെ നേതൃത്വത്തിൽ. യോശുവ ചില കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പിതാക്കന്മാരെ നദിക്കക്കരെ വെച്ച് സേവിച്ച ദൈവമുണ്ട്.
നിങ്ങൾക്ക് അതാ യോജിക്കുന്നെങ്കിൽ അങ്ങനെ സേവിച്ചോണം. അതല്ല യഹോവയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഒരു കാര്യം പറയാം, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് പെന്തിക്കോസ് നിൽക്കണോ നിൽക്കണ്ടോ, അത് അവനവൻ്റെ തീരുമാനമാണ്. സ്തോത്രം. ഈ കോലാഹലമെല്ലാം നടക്കുക, ഇനി പെന്തിക്കോസ് വേണോ, പെന്തിക്കോസ് അത് അവനവൻ്റെ ഇഷ്ടമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പെന്തിക്കോസി കാണും. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഭയങ്കര കോളുകളൊക്കെ നടക്കുക. ഇപ്പൊ പെന്തിക്കോസുകാരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. പെന്തിക്കോസ് കൊള്ളുകയല്ല, എടാ പെന്തിക്കോസ് തന്നെ കൊള്ളുന്നത്. സ്തോത്രം. അതിന് യാതൊരു, നീയൊക്കെ ഇവിടെ കിടന്ന് എന്നാ തട്ടിട്ട് തുള്ളിയാൽ പെന്തിക്കോസിന് ഒരു കുഴപ്പവും വരികയില്ല. സ്തോത്രം, സ്തോത്രം. പെന്തിക്കോസ് അനുഭവത്തിന് ഒരു കുഴപ്പം വരികയില്ല. ഒരുത്തൻ അത് പറഞ്ഞ് മറ്റവൻ ഇത് പറഞ്ഞ് അത് കാട്ടി ഇത് കാട്ടി, ഇതൊന്നും പെന്തിക്കോസിനെ ഏൽക്കുകയല്ല. പെന്തിക്കോസിന്റെ ആരംഭം മുതലേ പ്രശ്നമായിരുന്നു. സ്തോത്രം. ഈ പ്രശ്നം കൂടും തോറും ഇത് വളർന്നതല്ലാതെ ഇതിന് യാതൊരു ഭംഗവും വന്നിട്ടില്ല, വരത്തുമില്ല. ദൈവത്തിന് മഹത്വം. ചിലക്കൊരു ചിന്തയുണ്ട്, അയ്യോ ഇതിനകത്ത് വരേണ്ട ഒരു കാര്യവും എന്തുവാ അമ്മാമയോ എന്തുമൊക്കെ അങ്ങ് കേൾക്കുന്നത്, എനിക്ക് ഞാനും അങ്ങ് ചിന്തിക്കുക വരേണ്ട ഒരു കാര്യവും. പിന്നെ എവിടെ പോകാനിരിക്കുകയായിരുന്നു. സ്തോത്രം. ഇത് തന്നെ ശ്രേഷ്ഠം. സ്തോത്രം. യോശുവ പറയുകയാ, നിങ്ങളുടെ പിതാക്കന്മാർ നദിക്ക് അക്കരെ വെച്ച് ഒത്തിരി എണ്ണത്തിനെ സേവിച്ചല്ലേ. വായിച്ചേ, വാക്യം വായിച്ചേ, വായിക്കേ യോടി. 2 മുതലുള്ള വാക്യം വായിക്കേ. സർവ്വജനത്തോടും പറഞ്ഞെന്താ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഖോറിന്റെയും പിതാവായ തേറക് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവൻ ഇസ്ഹാക്കിനെ കൊടുക്കുകയും ചെയ്തു. ഇസ്ഹാക്കിന് ഞാൻ യാക്കോബിനെയും യേശാവിനെയും കൊടുത്തു. യേശാവിന് ഞാൻ സെയീർ പർവ്വതം അവകാശമായി താഴോട്ട് ഉടമ്പടി പുതുക്കുക. ഉടമ്പടി പുതുക്കി വന്നേച്ച് നമ്മുടെ പിതാക്കന്മാരാകുന്ന തേരക, നാഗോർ, അബ്രഹാമിന്റെ പിതാക്കന്മാർ ഇവരെല്ലാം നദിക്കക്കരെ വെച്ച് അന്യദൈവങ്ങളെ സേവിച്ചു. എന്നാൽ സർവജ്ഞനായ ദൈവം, തേജോമയനായ ദൈവം നമ്മുടെ പിതാവായ അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് വിളിച്ചിറക്കി അവൻ ദൈവത്തിന്റെ തേജസ് കാണിച്ച് അവൻ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ് അബ്രഹാമിനെ, ഈസഹാക്കിനെ, യാക്കോബിനെ, ഈ ഗോത്രപിതാക്കന്മാരെ കൊണ്ടുവന്നു. ദൈവം നമ്മെ നടത്തി ഇതുവരെ കൊണ്ടുവന്നു. ജീവനുള്ള ദൈവം, ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. എന്നിട്ട് യോശുവ തീർത്ത് കാര്യം പറഞ്ഞു. ഈ ആൾക്കാർ തീർത്ത് കാര്യം പറയും. തീർത്ത് കാര്യം പറഞ്ഞു. 14 വാക്യം വായിച്ചേ. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. അടുത്തത്, നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. അടുത്തത്, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യയുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് അതിന് തീരുമാനം എടുക്കാം. നിങ്ങളെ ആരെ നിർബന്ധിച്ചല്ല ഈ പെന്തിക്കോസ് നിർത്തിയേക്കുന്നത്. തയ്യൽ മെഷീൻ തരാം, വീട് വെച്ച് തരാം, സൈക്കിൾ മേടിച്ച് തരാം, 2 വീലർ തരാം, 4 വീലർ തരാം. ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. വണ്ടിക്കൂലി തരാം, ചായ്പ് വെക്കാൻ കാശ് തരാം, 10 കസേര മേടിച്ച്, ആരോടും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. പെണ്ണിനെ കെട്ടിക്കാം. അതിനേത് മാട്രിമോണിയലാണോ? വസ്തു മേടിച്ച് റിയൽ എസ്റ്റേറ്റ് ഒന്നും അല്ല. അങ്ങനൊന്നും പറയത്തില്ല. അങ്ങനെ പ്രതീക്ഷിച്ച് ആരും ഇവിടെ വരികയും ചെയ്യരുത്. അയ്യോ നമുക്ക് അങ്ങോട്ട് പോയാൽ എന്തേലും ഒരു
അങ്ങനൊന്നും ഇവിടെ വരരുത്, പെന്തിക്കോസി വരരുത്. അങ്ങനെ ആരായാലും വാഗ്ദാനം കൊടുക്കുന്നെങ്കിൽ അത് ശരിയല്ല. ഇവിടെ വരുന്നത് പത്രോസ് പറഞ്ഞതുപോലെ നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലാ. നിന്നെ വിട്ടു പോകാൻ ഞങ്ങളോട് പറയരുത്. ഞങ്ങൾക്ക് ആവശ്യം ഇവിടുത്തെ നല്ല വിഷയം, ഞങ്ങൾക്ക് നിത്യതയാ വിഷയം. ഹല്ലേലൂയ. അപ്പൊ തീരുമാനമെടുക്കേണ്ടത് അവനവനാ. അയ്യോ, നമ്മൾ ഇത്ര നാൾ ഇവിടെ കൊട്ടിയും പാടിയിരുന്നു, ഇനി വിട്ടേച്ച് പോയാൽ പുള്ളി എന്നെ, എനിക്ക് ഒരു ചിന്തയില്ല. സ്തോത്രം. അങ്ങനെ ഒരു ചിന്ത പോലും ഞാൻ അങ്ങനെ ഉറക്കത്തിൽ പോലും ഒരു സ്വപ്നം കാണുന്നില്ല. സ്തോത്രം. ചൊല്ലി പറയാനുണ്ട്, ഞങ്ങളെ നിന്നെയെല്ലാം സഹിച്ചങ്ങ്, അത് പുസ്തകത്തിലെ പ്രമാണമാണല്ലോ നിന്ന സഹിക്കണമെന്ന്, ഇല്ലേ? പുസ്തകത്തിലെ പ്രമാണം ഇതൊക്കെ ഇതിനകത്തുള്ളതാ. സ്തോത്രം. തീരുമാനം അവനവനെടുത്തോണം. അല്ല, നിങ്ങൾക്ക് വേണം തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങൾ കുറച്ച് പേരെ ഉള്ളെങ്കിലും പൊതുവിൽ ഞാനങ്ങ് പറയുക, എല്ലാ വിശ്വാസികളും കപ്രോ സഭയിൽ അവൻ ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കാൻ താല്പര്യമുള്ളവർ നിൽക്കാം, നമുക്ക് ഒന്നിച്ച് നിൽക്കാം. അല്ലാത്തവർക്ക് മറ്റു സഭകളിൽ പോകണമെങ്കിൽ പോകാം. ഇത് പിണങ്ങി പോകുകയും ചെയ്യരുത്. ഇല്ല, നയമാൻ പോയതുപോലെ നയമാനോട് പറഞ്ഞ മുങ്ങാൻ പറഞ്ഞപ്പോൾ പുള്ളി ഉടനെ മുങ്ങാന്നാ മുങ്ങുകാലം നല്ലല്ലോ പറഞ്ഞു. പിന്നെ എന്തുവാ നിങ്ങൾ പുസ്തകം വായിച്ച് എങ്ങനെ പുള്ളി നയമാൻ എങ്ങനെയാ പോയേ? അതാ തങ്കച്ചാൻ പറഞ്ഞ കൃത്തിച്ച്. അങ്ങനെ ആരും പോകരുത്. കൃത്തിക്കുക മാത്രമല്ല, ഒന്ന് രണ്ട് ഡയലോഗും പുള്ളി പറഞ്ഞു. പിന്നെ കലക്കവെള്ളത്തിൽ വന്ന് മുങ്ങാനെ, ഞങ്ങളുടെ അവിടെ അവാനയും പറപ്പരും ഉണ്ട്, എന്നാൽ പിന്നെ തെളിഞ്ഞ വെള്ളത്തിൽ. അല്ല, നിങ്ങൾ പാർക്കുന്നിടത്ത് നല്ല സഭയുണ്ടെങ്കിൽ അങ്ങോട്ട് പോക്കോണം. അല്ല, കർത്താവിന്റെ വരവ് വരെ ഏകാത്മാവിൽ ആത്മശക്തിയിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ ഇവിടെ നിൽക്കാം. ഇതാരെ നിർബന്ധിച്ചുള്ളതല്ല. സ്തോത്രം. ഇവിടെ യോശുവ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ യഹോവയെ സേവിക്കുന്ന നന്നല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാര് നദിക്ക് അക്കരെ വെച്ച് സേവിച്ച ദൈവത്തെ നിങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമില്ലയോ? ദൈവം തമ്പുരാൻ പറഞ്ഞു, തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം എന്നാൽ കർത്താവിന് ആ ഫലമെല്ലാം കൂടെ പറിച്ചങ്ങ് മാറിയാൻ പോരായിരുന്നു. തള്ള കയറി പറിക്കും, എന്നാൽ പിന്നെ ഉള്ള കായെല്ലായിട്ട് ഞാനങ്ങ് അല്ലെങ്കിൽ അത് ഉണ്ടാകരുതെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായല്ലോ. അങ്ങനെ എന്നാൽ ഉണ്ടാകരുതെന്നങ്ങ് പറഞ്ഞാൽ പോരെ, പ്രശ്നമില്ലല്ലോ. അല്ല, ന്യായമായിട്ട് ചിന്തിക്കണ്ടേ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി. അപ്പൊ പിന്നെ തള്ള കയറി ഇതെങ്ങാനും പറിച്ച് തിന്നുമോ എന്നുള്ള ചിന്താഭാരമുണ്ട്. ഇനി ഉണ്ടാകണ്ട എന്ന് പറഞ്ഞാൽ പോരെ. ഒറ്റക്കായും ഉണ്ടാകത്തുമില്ല, തള്ള കയറി പറിക്കത്തുമില്ല, നമ്മൾ ഈ പിരിക്കുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നാൽ തിരഞ്ഞെടുക്കുവാനും തീരുമാനമെടുക്കാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക. ഇവിടെ യോശുവയും അങ്ങനെ തന്നെ പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെ വെച്ച് സേവിച്ച ദൈവമാ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പൊക്കോ, പോയി സേവിച്ചോ, പോയി നമസ്കരിച്ചോ. എന്നാൽ അടുത്ത വാക്യം എന്താ യോശുവ പറഞ്ഞത്? അവിടെ ആ തീരുമാനം, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതായിരിക്കണം നമ്മുടെ തീരുമാനം. പ്രൈസ് ദി ലോർഡ്. അന്നമാമൻ പാടിയ പാട്ടിന്റെ വരി ഒന്ന് പാടാമോ? യാത്ര ചെയ്യോ ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ, ജീവൻ വച്ചീണു രക്ഷകന, അന്ത്യശ്വാസം വരെയും അന്ത്യശ്വാസം വരെയും ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാനെത്തിയിടുമ്പോ ജീവനൻ യേശുവിൽ
ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു പൂർണ്ണ തീരുമാനമെടുക്കണം. എൻ്റെ കൂടെ ആരുണ്ടേലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം, ഒത്താശ ഉണ്ടേലും കൊള്ളാം, ഒത്താശ ഇല്ലേലും കൊള്ളാം. ഞാൻ എൻ്റെ ഭാഷ ഞാൻ പെന്തിക്കോസിലായിരിക്കും. എൻ്റെ മരണം വരെ ഞാൻ പെന്തിക്കോസിലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ അപമാനങ്ങൾ വരാം, ആക്ഷേപങ്ങൾ വരാം, ആരോപണങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, പ്രതികൂലങ്ങൾ വരാം, പോരാട്ടങ്ങൾ അകത്തിന്ന് വരാം, പുറത്തിന്ന് വരാം, ചുറ്റുപാടിന്ന് വരാം, സഹോദരങ്ങളിൽ നിന്ന് വരാം, ചാർച്ചക്കാരിൽ നിന്ന് വരാം, പല മേഖലയിൽ നിന്ന് വരാം. പക്ഷേ എൻ്റെ ജീവൻ പോകുന്നത് വരെ, എൻ്റെ ആയുസ് പോകുന്നത് വരെ, എനിക്ക് മരണം സംഭവിക്കുന്നത് വരെ, അതല്ല കർത്താവിന്റെ വരവ് വരെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ജീസസ്. സ്തോത്രം. തീരുമാനം ഉറപ്പായിരിക്കണം. യഹോവ ഭക്തന് ദൃഢധൈര്യം ഉണ്ടെന്നാ അതിന്റെ മക്കൾക്കും ചരണം ഉണ്ടാകും. ആമേൻ. ഇത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എങ്ങോട്ട് വേണേലും അവരാരും രക്ഷപ്പെടുകയല്ല. സ്തോത്രം. പിള്ളേർ പറഞ്ഞില്ലേ, പിള്ളേരെന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ബാലകന്മാരെ, വിടുവിച്ചാലും കൊള്ളാം, വിടുവിച്ചില്ലേലും കൊള്ളാം, നിന്റെ ദൈവത്തെ വണങ്ങുന്ന കേസില്ല. സ്തോത്രം. ഈ പെന്തിക്കോസിൽ നിന്ന് മുഴുവൻ ആൾക്കാരും പോയാൽ ഞാൻ പോകത്തില്ല. തീരുമാനം എടുക്കുക. അതിന് അങ്ങനല്ലേ എടുക്കണ്ടേ? പാസ്റ്റർമാരെല്ലാം അങ്ങ് പെന്തിക്കോസിൽ നിന്ന് പോയി, അതുകൊണ്ട് നീയും പോവാന്നോ? അമ്മാമ്മ ഓരോന്ന് കേൾക്കുമ്പോ അങ്ങ് അയ്യോ തല പെരുക്കുന്നു. ഞാനിപ്പോ ചിന്തിക്കുക ഇനി അങ്ങോട്ട് പിന്നെ ഉണ്ടയിട്ട് അങ്ങോട്ട് പോകാനായിരിക്കുന്നേ. പൂർണ്ണ തീരുമാനമെടുക്കണം. സ്തോത്രം, സ്തോത്രം. യോശുവ തീർത്ത് കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് പിതാക്കന്മാരുടെ ദൈവം ശരിയാന്ന് വെച്ച് നദിക്കക്കരെ വെച്ചേ പോയി പൊക്കോ പൊക്കോ. ഇവിടെ ആരെയും നിർബന്ധിക്കത്തൊന്നുമില്ല. ആ നമ്മൾ കുരുക്കറിഞ്ഞ ആൾക്കാരെ പിടിച്ചതല്ലല്ലോ. അവൻ പമ്മി പോയപ്പം ഞാൻ കുരുക്കറിഞ്ഞ് പിടിച്ചാന്നോ? അല്ല. ഞാൻ കുരുക്കിട്ടതാണോ? ഞാൻ കുരുക്കിട്ടതാണോ? പറ, കുരുക്കിട്ടതാണോ? യോ ഞങ്ങൾ ചുമ്മാ ഇരുന്നപ്പോൾ പാശ വന്നൊരു കുരുക്കറിഞ്ഞ് പിടിച്ചൊരു വലി. ജീസസ്. സ്തോത്രം. ഇനിമേ അല്ല കറങ്ങി നടക്കാൻ ഇങ്ങോട്ട് യോഗത്തിന് വന്നിരിക്കുക. ദൈവത്തിന് മഹത്വം. നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ആര് പോയാലും ആര് പോയില്ലേലും ഞാൻ എന്റെ കർത്താവിന് വേണ്ടി നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ജീവന്റെ ബലം. ഞാൻ ആരെ പേടിക്കും? യഹോവയുടെ വെളിച്ചവും എന്റെ രക്ഷയും. ആ ദൈവത്തിന് മഹത്വം. ജീവനോ മരണമോ ഉയർച്ചയോ താഴ്ചയോ ഏത് പ്രശ്നങ്ങൾ വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരാ നമ്മളെ വേർപിരിക്കുന്നത്? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ഉപദ്രവമോ ഈർച്ചവാളോ ഒന്നും തങ്ങല്ല ചമ്മട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസ പീഡനങ്ങൾ ചങ്ങല ചമ്മട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസ പീഡനങ്ങൾ തിങ്ങുമുപദ്രവം കഷ്ടതയെങ്കിലോ തിങ്ങുമുപദ്രവം കഷ്ടതയെങ്കിലോ ഭംഗമില്ലാതെ സമരം നടത്തുന്നു. ഓ ഭംഗമില്ലാതെ വിശ്വാസ ജീവിതം ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. അതുകൊണ്ട് പൂർണ്ണ തീരുമാനം ഉണ്ടായിരിക്കണം. ആരെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അവരോട് തീർത്ത കാര്യോ പറയണം. ഉഴപ്പരുത്, അവിടെ കിടന്ന് പമ്മരുത്. മനസ്സിലായോ? ആരെങ്കിലും ചോദിക്കാം നിങ്ങൾ അവിടെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്? ഞങ്ങളിങ്ങനെ പോകുന്നത് ഞാൻ ഇതുവരെ ഒരു ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെ എവിടെ ഇളച്ചിലെടുക്കരുത്, കോഴ്സൊന്നും എടുക്കരുത്. സ്തോത്രം, സ്തോത്രം.
നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? യോശുവ ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് നദിക്കക്കരെ വെച്ച് സേവിച്ചതാ നല്ലതെന്ന് യുക്തമെന്ന് തോന്നിയാൽ നിങ്ങൾ പൊക്കോ, നിങ്ങളവിടെ പോയി സേവിച്ചോ. അതല്ല, യഹോവയാ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നോ, ദൈവത്തെ സേവിക്കേ. എന്തായാലും കൊള്ള, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ ഉടമ്പടി പുതുക്കിയ സ്ഥലമാണ് ശേഖേം. അതായത് ശേഖേമിന് ഒത്തിരി പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞത്. ഇനിയുണ്ട് ഒത്തിരി പ്രത്യേകത. അങ്ങനെ പോയാൽ ഞാൻ വേറെ സബ്ജക്റ്റിൽ പോകും. നമ്മൾ ഇടത്തേലോട്ടൊന്ന് വരണ്ടേ. ഇങ്ങനെ രഹബയാമിനെ രാജാവായി വാണിക്കുവാൻ ഇവര് ശേഖേമിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി. അതിന് കാരണം പറയാം. ഇസ്രായേൽ ഒരുവൻ രാജാവാകണമെങ്കിൽ അത് ഇസ്രായേലെല്ലാം അംഗീകരിക്കണം. പൊതുവിൽ അത് അംഗീകരണം നടന്നിരിക്കണം. പൊതുവിൽ അത് കാര്യങ്ങൾ ക്രമീകരിക്കണം. അതെല്ലാവരും അറിയണം. അല്ല രഹസ്യമായിട്ട് കൊണ്ട് ഒറ്റ രാത്രി കൊണ്ടൊന്നും പാസ്റ്റർ ആകരുത്. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ല, നേരം വെളുത്തപ്പം ഇതാരാ? അത് പാസ്റ്റർ, പുള്ളി പാസ്റ്റർ. പിന്നെ ഇന്നലെ രാത്രി പാസ്റ്റർ ആയതാ. യോടി കഴിഞ്ഞ ആഴ്ച പുള്ളി വേറെ അത് പാസ്റ്റർ ആകാൻ അധികം സമയമൊന്നും ഞങ്ങളുടെ പാപ്പച്ചൻ പറയാൻ പാസ്റ്റർ ലൂക്കാച്ചൻ. അറിയണ്ടേ ആൾക്കാരെ? ഇതൊരു രാജ്യത്തിന്റെ ഭരണം നടത്തുകയല്ലേ. ഒരുവൻ രാജാവായി ഭരിക്കാൻ ഒരുങ്ങുമ്പോൾ, അവനെ അഭിഷേകം ചെയ്യുമ്പോൾ, അവനെ നിയോഗിക്കുമ്പോൾ, അവൻ ആ സ്ഥാനത്ത് വരുമ്പോൾ സകലരും അറിയണം. അല്ല, രഹസ്യത്തിലല്ല. വിമാനത്തിലിരുന്നുകൊണ്ട് കൈവച്ച് കൊടുത്തു ഓർഡിനേഷൻ. വിമാനത്തിലിരുന്നുണ്ട്. വിമാനം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? മേളിൽ കൂടെ പറക്കുന്നേ. അല്ല ഇതിപ്പോ വിമാനോ? വിമാനത്തിൽ അറിയണം, ജനം അറിയണം. സ്തോത്രം. അയ്യോ, ഓർഡിനേഷൻ മേടിച്ച മിക്കവർക്കും പുസ്തകക്രമം പോലും അറിയാൻ മേല. പക്ഷെ ഓർഡിനേഷനുണ്ട്, കാശ് കൊടുത്ത് മേടിച്ചാ. ഇപ്പം പിന്നെ ഡോക്ടറേറ്റും ചിലർക്ക് പഠിച്ച് ഡോക്ടറേറ്റ് വാങ്ങിയവരുണ്ട്, അവരെ ബഹുമാനിക്കണം. ചുമ്മാ ഇരുന്ന് ഡോക്ടറേറ്റ് അതുകൊണ്ട് നമ്മുടെ വിഷയം അല്ലല്ലോ. അപ്പോൾ ഒരുവൻ രാജാവായാൽ ജനം അംഗീകരിക്കണം. കാരണം ശൗലിനെ രാജാവാക്കിയപ്പോഴും പൊതുസഭ അറിഞ്ഞ് അംഗീകരിച്ചു. ദാവീദിനെ രാജാവാക്കിയപ്പോഴും പൊതുസഭ അറിഞ്ഞതാ. ശലോമോനെ രാജാവാക്കിയപ്പോഴും പൊതുസഭ വാക്യം വായിച്ചു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാനിപ്പോൾ ഒപ്പിച്ചാന്ന് തോന്നുന്നു. വായിക്കും, ഈ വചനത്തിൽ നിന്ന് അങ്ങ് തരാം. ശമൂവേലിൻ്റെ ഒന്നാമത്തെ പുസ്തകം എടുത്തേ. ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം, അതിൻ്റെ 10-ാം അധ്യായത്തിന്റെ 17 വായിച്ചേ. അനന്തരം ശമൂവേൽ ജനത്തെ മിസ്പായിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി. ജനത്തെ എല്ലാം വിളിച്ചുകൂട്ടി. ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ ഉപദ്രവിച്ച സകല രാജാക്കന്മാരുടെയും കയ്യിൽ നിന്നും സകല രാജ്യക്കാരുടെയും കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. നിങ്ങളോ സകല അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ ഇന്ന് ത്യജിച്ചു. ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഗോത്രമായും സഹസ്രമായും യഹോവയുടെ സന്നിധിയിൽ നിൽപ്പീൻ. അങ്ങനെ ശമൂവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം അടുത്ത് വരുമാനാക്കി ബെന്യാമീൻ ഗോത്രത്തിന് ചീട്ട് വീണു. അവൻ ബെന്യാമീൻ ഗോത്രത്തെ കുടുംബമായി അടുത്ത് വരുമാനാക്കി മത്രി കുടുംബത്തിന് ചീട്ട് വീണു. പിന്നെ കീശിന്റെ മകനായ ശൗലിനെ ചീട്ട് വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ ശൗലിനെ ചീട്ട് വീണു. ശൗലിനെ അന്വേഷിച്ചപ്പോൾ പുള്ളി അവിടെ സ്ഥലത്തില്ല, പുള്ളി രാമാനങ്ങളുടെ ഇടയിലിരിക്കുക. അവർ പിന്നെ യഹോവയോട് അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ ശൗലിനെ ചീട്ട് വീണല്ലോ, ആളന്തിയെ. അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നവനെ മുഴുവൻ ദൈവം രംഗത്തിറക്കും. ആമേൻ. ഹല്ലേലൂയ. നീ കുരുക്കൊപ്പിച്ചേ ചൊളിച്ചിരിക്കുകയാണെങ്കിൽ സൂച നിന്നെ മിണ്ടുന്നില്ല.
നീ ദോഷമെല്ലാം കൂടെ പിച്ചേച്ച് മുറിക്കകത്ത് പമ്മിയിരിക്കുകയാണെങ്കിൽ സമയമാകുമ്പം ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ദോഷമെല്ലാം ഒപ്പിച്ചേച്ച് ഇപ്പം നെടുക നടന്ന് പരസ്യോഗം നടത്തുകയാണേലും തമ്പുരാൻ സമയമാകുമ്പം നിന്നെ പുറത്തു കൊണ്ടുവരും. നീ കുരുക്കെല്ലാം കൂടെ പിച്ചേച്ച് അകത്തിരുന്ന് കമ്പ്യൂട്ടറിലും മൊബൈലിലും കിടുകിടാന്ന് അടിച്ചാൽ നിന്റെ വിരൽ സഹിതം ദൈവം പുറത്തു കൊണ്ടുവരും. നമ്മുടെ വിഷയമല്ല, എന്നോടൊന്നും പറയരുതെന്നാ പറഞ്ഞ. നിന്നെ ഇത് വായിച്ചോ, അത് പോട്ടെ. അവനെവിടെ? അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. ഒന്നുകൂടെ മേലോട്ട് കയറ്റി ഒന്ന് വായിച്ചേ. അവർ പിന്നെയും അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ഒളിച്ചിരിക്കുക. അവിടെ എവിടെ ഒരു പാത്തിരി എന്നല്ലേ ഇപ്പൊ പണി മുഴുവൻ നടത്തുന്നേ. എടാ വെട്ടത്ത് വാ, പമ്മി മുറിക്കകത്ത് കയറി കുറുക്കൻ രാജാവാ, പക്ഷെ വെളിയിലിറങ്ങാൻ മേലെ പകല്. കുറുക്കൻ രാജാവാ, പക്ഷെ വെട്ടവും മേലും ഉള്ളപ്പം അതിനാ രാജാവാ. സ്തോത്രം. ഇവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു. അടുത്തത് അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. അവനെ പൊക്കി. ജനമധ്യേ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെ പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ ജയ ജയ എന്നാർത്തു. ദൈവത്തിന് മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജനമെല്ലാം നോക്കി നിൽക്കി പറഞ്ഞത്, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? എല്ലാരും കാണുക കാര്യങ്ങൾ പറഞ്ഞ് ശൗലിനെ രാജാവാക്കുക. 10 ഒന്നുകൂടെ വായിച്ചു. അപ്പോൾ ശമൂവേൽ 10:1 അത് തന്നെ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തു. ഇത് ശൗലിന്റെ തൈലപാത്രത്തിൽ തൈലം ഒഴിച്ച് അഭിഷേകം ചെയ്തു. അത് പറഞ്ഞാണ് ഒടുവിൽ ജനത്തെ എല്ലാം കൂടെ കൂട്ടിയച്ച് പറഞ്ഞു, യഹോവ തിരഞ്ഞെടുത്ത മനുഷ്യനെ. അപ്പൊ ഇത് പൊതുസഭ അംഗീകരിക്കണം, അങ്ങനെ രാജാവാക്കാൻ പറ്റൂ. അപ്പൊ ശൗല് രാജാവായപ്പോൾ പൊതുസഭ അംഗീകരിച്ചു, കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്രമപ്പെടുത്തി, അങ്ങനെ രാജാവാക്കുന്നത്. ശൗല ദാവീദ് രാജാവായപ്പോഴും അതുകൊണ്ട് തന്നെ ചെയ്തല്ലോ. വായിച്ചേ, ശമൂവേലിന്റെ 2-ാം പുസ്തകം എടുത്ത്. എല്ലാ വാക്യങ്ങളും ഇപ്പോൾ എടുപ്പിക്കാൻ നേരമില്ല. ശമൂവേലിന്റെ 2-ാം പുസ്തകം, അതിന്റെ 2:4 ആദ്യം ഒന്ന് വായിച്ചേ. എല്ലാ വാക്യവും വായിപ്പിക്കാൻ നേരമില്ല. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം അല്ല പമ്മിയിരുന്ന് അഭിഷേകം പ്രാപിക്കല്ലേ. യഹൂദാ പുരുഷന്മാരെല്ലാം കൂടെ വന്നു, സകല ആൾക്കാരും വന്ന് അവിടെ വെച്ച് എല്ലാവരും കാൺക ദാവീദിനെ അഭിഷേകം ചെയ്തു. അങ്ങനെ ആയിരിക്കണം രാജാവായി അവരോധിക്കപ്പെടുമ്പോൾ എല്ലാവരും കാണണം, അറിയണം. 5-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ചേ. ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെ ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാവുന്നുവല്ലോ. മുമ്പ് ശൗൽ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോഴും നായകനായി ഇസ്രായേലിനെ നടത്തിയോ നീയായിരുന്നു. നീ എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് രാജ ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദിനെ ഇസ്രായേൽ രാജാവായിട്ട് എല്ലാരും കാണുക അഭിഷേകം ചെയ്തു. അതിന്റെ ഓർഡർ അതാ, എല്ലാരും കാണണം. അപ്പോൾ ശൗലിനെ രാജാവായപ്പോഴും എല്ലാവരും കണ്ടു, ദാവീദിനെ രാജാവാക്കിയപ്പോഴും എല്ലാവരും കണ്ടു. അങ്ങനെ അഭിഷേകം നടത്തേണ്ടത്. ശലോമോനെ രാജാവാക്കിയപ്പോഴും അങ്ങനെ. ശലോമോൻ രാജാവാകുന്നതിന് ചെറിയ തടസ്സം വന്നു, ഒരു ചെറിയ പ്രശ്നം വന്നു. കാരണം അപ്പുറം വേറെ കക്ഷി അദോനിയാവ് കിടപ്പുണ്ട്, അവരൊക്കെ രാജാവാകാൻ ചെറിയ പൊടിപ്ലാനായിട്ട് ഇരിക്കുക. സ്തോത്രം. അപ്പം അതുകൊണ്ട് അവന് ഒരു ചെറിയ രാജാവായ കൊള്ളാന്നൊക്കെ അദോനിയാവിന് താല്പര്യമുണ്ട്. അപ്പം ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുക. അപ്പം നാഥാൻ പെട്ടെന്ന് ബാദ്ശാബ് എടുക്ക വന്ന് സിസ്റ്ററെ ചെറുക്കനെ രാജാവാക്കണം, പണ്ട് ഉടമ്പടി ചെയ്തതാ, ചെന്ന് ദാവീദിനോട് അങ്ങോട്ട് ചെന്ന് പറയാൻ പറഞ്ഞു. നീ എന്ന് പറ. ബാദ്ശാബിയോട് പറഞ്ഞു, നീ ദാവീദിനടുക്ക് ചെന്ന് പറയണം, നമ്മൾ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നല്ലോ എൻ്റെ ചെറുക്കനെ രാജാവാക്കാൻ. നീ ഇപ്പം വയ്യാതായി, പരുവക്കേടായി, ഒരാളെ സ്ഥാനത്ത് വേണ്ടേ, നീയേ
ന്യൂട്രല്. ഈ നാഥാൻ ഇത് പറയാൻ വേറൊരു കാര്യമുണ്ട്. അദോനിയാവ് വിരുന്ന് കഴിച്ചപ്പം നാഥാനെ വിളിച്ചില്ല. പുള്ളിക്ക് അതിൻ്റെ ഒരു ചുരുക്കമുണ്ട്. ചരിത്രത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം നാഥാൻ പെട്ടെന്ന് ബത്ശേബയോട് വന്ന് പറഞ്ഞു, നീ പെട്ടെന്ന് ചെന്ന് ദാവീദിന് അരമനെ ചെല്ലണം, ദാവീദിന് മുഖം കാണിക്കണം, അല്ല അദോനിയാവ് കയറി രാജാവാകും, എൻ്റെ ഇറക്കന് പരുവക്കാടാകും. നീ ഇത് എന്ന് ദാവീദിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞാൻ ഒന്നും അറിയാത്ത പോലെ ന്യൂട്രൽ അങ്ങോട്ട് വന്നേക്കാം. അവന് കാര്യങ്ങളൊക്കെ ക്രമപ്പെടും. നിങ്ങൾ പിന്നീട് ആ ഭാഗം വായിച്ചാൽ മതി. അങ്ങനെ ബത്ശേബ അരമനയ്ക്കകത്ത് ചെന്നു, ദാവീദിനെ കണ്ടു, വണങ്ങി, നമസ്കരിച്ചു, കാര്യമെല്ലാം പറഞ്ഞു. ദാവീദ് പറഞ്ഞു അങ്ങനെ ചെയ്യാം. അങ്ങനെ പറഞ്ഞപ്പോൾ നാഥാനോട് ആ സമയത്ത് ചെന്നു കാര്യം അങ്ങ് കറപ്പെടുത്തി. വായിച്ച് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം, എല്ലാ ഭാഗവും എടുത്ത് വായിപ്പിക്കാൻ നേരമില്ലാത്ത കൊണ്ടാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27 മുതൽ വായിച്ചു. യജമാനനായ രാജാവിന്റെ അനന്തരവനായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന അടിയങ്ങളെ നീ അറിയിക്കാതെ ഇരിക്കെ ഈ കാര്യം യജമാനനായ രാജാവിന്റെ കൽപ്പനയാലോ നടന്നത്. ബത്ശേബയെ വിളിപ്പീനെന്ന് ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവൾ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ മുമ്പാകെ നിന്നു. എന്നാറേ രാജാവ്, എന്റെ ജീവനെ സകല കഷ്ടത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്ന യഹോവയാണ്. നിന്റെ മകനായ ശലോമോൻ എന്റെ അനന്തരവനായി വാണ്. എനിക്ക് പകരം എന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ഞാൻ നിന്നോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതുപോലെ തന്നെ ഞാൻ ഇന്ന് നിവർത്തിക്കുമെന്ന് സത്യം ചെയ്തു. ബത്ശേബയോട് പറഞ്ഞ അദോനിയാവ് വന്ന് കയറുകയില്ല, ഞാൻ ശലോമോനെ തന്നെ രാജാവായിട്ട്. എല്ലാം വായിക്കാൻ നേരമല്ല. 33-ാം വാക്യം വായിച്ചേ. രാജാവ് അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ 32-ാമത്തെ വാക്യത്തിൽ സാദോക്കിനെ എല്ലാം കൊണ്ടുവന്നു. 32 ചേർത്ത് വായിച്ചേ. പിന്നെ ദാവീദ് പുരോഹിതനായ സാദോക്കിനെയും പ്രവാചകനായ നാഥാനെയും യഹോയാദയുടെ മകനായ ബനായാവെയും വിളിപ്പീനെന്ന് കൽപ്പിച്ചു. അപ്പൊ അങ്ങനെ സാദോക്കിനെയും നാഥാനെയും ബനായാവെയും വിളിപ്പാൻ കൽപ്പിച്ചു. അവർ രാജസന്നിധിയിൽ ചെന്ന് നിന്നു. രാജാവ് അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങളുടെ യജമാനന്റെ ഭൃത്യന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകനായ ശലോമോനെ എന്റെ കോവർ കഴുതപ്പുറത്ത് കയറ്റി താഴെ ഗീഹോനിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് സാദോക്ക് പുരോഹിതനും നാഥാൻ പ്രവാചകനും അവനെ ഇസ്രായേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. അവൻ അഭിഷേകം ചെയ്യണം. അല്ലാതെ പമ്മി കടന്ന് ഒറ്റയ്ക്ക് അഭിഷേകം പ്രാപിച്ച് നടക്കുകയല്ല. ആൾക്കാരെല്ലാം അറിയണം, കാണണം. അങ്ങനെ ചെയ്തല്ലോ. 39-ാം വാക്യം എല്ലാം വായിക്കാൻ നേരമില്ല. 39. തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് സാദോക്ക് പുരോഹിതൻ. അങ്ങനെ വായിക്കേ. സാദോക്ക് പുരോഹിതൻ. സാറാ കഴിഞ്ഞ ദിവസം മുതൽ ഇങ്ങനെ എല്ലാം മുറിച്ചായി വായിക്കുന്നത്. കണ്ണിന് കണ്ണാടി വേണോ? പുതിയത് മേടിക്കണോ? ഞാൻ മേടിച്ചോളാം. മേടിച്ചോളാം. ഒന്നുകൂടെ വായിച്ചേ. സാദോക്ക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. അങ്ങനെ അഭിഷേകം ചെയ്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിലെ രാജാവാകണമെങ്കിൽ ചുമ്മാ ഇരുന്ന് ഞാൻ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞ് കസേര കയറിയിരിക്കരുത്. ഞാൻ പാസ്റ്ററായി. ഞാൻ പാഷ് ജനമല്ല, പാഷേ. പ്രാർത്ഥിക്കാൻ അറിയാൻ മേല, തുടങ്ങാൻ അറിയാൻ മേല, നിർത്താൻ അറിയാൻ മേല. ഞങ്ങൾക്ക് ഒരാളുണ്ട്, പുള്ളിക്ക് നിർത്താൻ അറിയാൻ മേല. കർത്താവ് ഇതിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനാൽ, അപ്പം നമ്മൾ ഓർക്കും പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ നിന്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. നിന്റെ സന്നിധിയിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. തങ്കമാമയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയെ ശക്തി നിർത്താൻ അറിയാൻ മേല. പാഷ് തുടങ്ങാൻ അറിയാൻ മേല, നിർത്താൻ അറിയാൻ മേല. ആശീർവാദവും ചിലർക്ക് പണ്ടൊരു അച്ഛനോട് പറഞ്ഞ ആശീർവാദം, പുള്ളി പറഞ്ഞ ആശീർവാദം പറഞ്ഞ ചൊവ്വന ആശീർവാദം. ഇതറിയത്തില്ല. പുള്ളിക്ക് കാശുണ്ടെന്നേ ഉള്ളു, ഇതൊന്നും അതിനാ നടത്തി. അച്ഛൻ ആശീർവാദം പറയാം. പുള്ളി പറഞ്ഞു ആശീർവാദം, ചൊവ്വന ആശീർവാദം പറഞ്ഞ പുള്ളി ചൊവ്വന ആശീർവാദം. ഇതേന്ന് പോലും പാഷ്. അങ്ങനൊന്നും ആകരുത്. ജനമെല്ലാം കൂടണം, പുരോഹിതൻ വരണം, പ്രവാചകൻ വരണം, അതിൻ്റെ പ്രമുഖന്മാർ വരണം, ജനപ്രതിനിധികൾ വരണം, ശ്രേഷ്ഠജനം വരണം, മൂപ്പന്മാർ വരണം. അതെല്ലാം കൂടെ അഭിഷേകം ചെയ്ത് രാജാവാക്കേണ്ടത്. അല്ല ചുമ്മാ നിങ്ങൾക്ക് രാജാവാന്നും പറഞ്ഞ് ഗോലുമായിട്ടാണെന്നാ പോരാ. ഇപ്പോഴാണ് ബൈബിൾ സ്കൂളിൽ പഠിക്കുക പോലും
ബൈബിൾ സ്കൂളിലൊന്നും പഠിക്കണ്ട. പണ്ടൊക്കെ പഴയ പാസ്റ്റർമാരൊക്കെ ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച് കുമ്പനാട്ടും പുനലൂരും മുളക്കുഴയിലും ഒക്കെ എന്ത് കഷ്ടപ്പെട്ട് പഠിച്ച് ഭക്ഷണം വല്ലതും ഉണ്ടോ? വയറ് നിറച്ചന്ന് കിട്ടും. പഴയ ആൾക്കാരോട് ചോദിച്ചാൽ എനിക്ക് അത്ര അനുഭവം ഇല്ലെങ്കിൽ പഴയ ആൾക്കാർ പറയും. ജാപ്പാട് പോലും പഴമക്കാർ പറഞ്ഞു കേട്ടു, കുമ്പനാട്ട് ഭക്ഷണം ഇല്ലാഞ്ഞ സമയത്ത് ഒരു മാങ്ങ വീണ് ഒരു മാങ്ങാപ്പൂളി എത്തി. അങ്ങനെ വചനം പഠിച്ചത്, വേറൊന്നുമില്ല. പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. കുമ്പനാട് ബൈബിൾ ക്ലാസ് നടക്കുക, അവിടെ ജാപ്പാടൊന്നുമില്ല, പട്ടിണി. അപ്പോൾ മേൽപ്പാട സൈഡിൽ നിന്ന് എങ്ങാണ്ട് ഒരു വിശ്വാസി 78 എള്ളുണ്ട കൊണ്ടുവന്ന് കൊടുത്തു. എള്ള് അവിടെ കൃഷി ചെയ്യുന്നത് എള്ളുണ്ട, 78 എള്ളുണ്ട. അപ്പം അത് കുമ്പനാട്ട് വന്നപ്പം പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവാന്നേ എള്ളുണ്ട. അപ്പോൾ എള്ളുണ്ട കൊണ്ട് വെച്ചു. ക്ലാസ് കഴിഞ്ഞേച്ച് സാറന്മാർക്ക് കട്ടൻ കാപ്പി കൊടുക്കുന്ന കൂട്ടത്തിൽ എള്ളുണ്ട കൊടുക്കാം. അപ്പോൾ TG ഉമ്മച്ചൻ അവർകൾ ക്ലാസ് കഴിഞ്ഞ് ആദ്യം ഇറങ്ങി. അപ്പോൾ ഖബറിനോട്ട് ചെന്നപ്പം സാറപ്പച്ചൻ്റെ സഹധർമ്മിണി അമ്മച്ചി കുമ്പനാട്ട്, അലസാനിക്കാരിയൊക്കെ അറിയാവുന്നതാണ്, ഉണ്ണുണ്ണി സാർ അവരുടെ അല്ലെങ്കിൽ KE എബ്രഹാം അവരുടെ സഹധർമ്മിണി നല്ല അമ്മച്ചിയായിരുന്നു. ഭക്തയായ സ്ത്രീയായിരുന്നു, ബഹുമാനിക്കപ്പെട്ട സ്ത്രീയായിരുന്നു. അല്ലേ അലസ? അനുഗ്രഹിക്കപ്പെട്ടൊരു മാതാവായിരുന്നു. ഞാൻ അമ്മയെ കണ്ടിട്ടില്ല, അനേകർ പറഞ്ഞ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിൽ പ്രസിദ്ധനായ മൺമറഞ്ഞ TG ഉമ്മച്ചൻ അവർകൾ ആദ്യം ക്ലാസ് കഴിഞ്ഞ്, ഉമ്മച്ചനെ പച്ചനെ ഞാൻ കണ്ടിട്ടില്ല, പഴമക്കാർ പറഞ്ഞുള്ള അറിവാ, നല്ല നെടുപ്പം, ആചാന ബാഗു, നന്നായിട്ട് വേറെ പുസ്തകം അറിയാം, നന്നായിട്ട് ഭക്ഷണവും കഴിക്കും. നമ്മളാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കും, പക്ഷേ വേറെ തോന്നും ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം, നല്ലതുപോലെ നമ്മൾ പീഡിപ്പിക്കും. പക്ഷേ പുസ്തകം എന്നാൽ ഉമ്മച്ചനപ്പച്ചൻ അങ്ങനല്ല, നന്നായിട്ട് വേറെ പുസ്തകം അറിയാം, നന്നായിട്ട് അത് നല്ലതാ. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഖബറോനിലെ അമ്മച്ചി ഉമ്മച്ചൻ വന്നോന്ന് ഓർത്ത് വലിയ ഉമ്മച്ചന് പ്രത്യേക കോപ്പയാണ് കാപ്പി കൊടുക്കുന്നത്. കോപ്പയ്ക്കകത്ത് കാപ്പിയും കൂടെ കൊടുത്ത് ഒരു 10 എള്ളുണ്ട കൊണ്ട് കൊടുത്തു. പുള്ളി ഇച്ചിരി കഴിക്കുന്ന ആളായതുകൊണ്ട് 10 എള്ളു. ഇത് പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവാണേ. എന്നോട് ഈ ചരിത്രം പറഞ്ഞത് ME വർഗീസ് മാസ്റ്റർ മേക്കാട്ട് ബേവിച്ചായന്. അപ്പം എള്ളുണ്ട കൊണ്ട് കൊടുത്ത് പുള്ളി ഇല്ല ആനവായിൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെ ആ 10 എള്ളുണ്ടയും തിന്നു. അടി ചോദിച്ചു, കൊച്ചമ്മ ഇനി ഇരിപ്പോണ്ടോന്ന്. ആ കൊണ്ടുവന്ന കൊട്ടയോട് എടുത്ത് വെച്ച് പുള്ളി 78 കഴിച്ചെന്ന്. പിന്നെ വേറെ സാറന്മാർക്ക് ആർക്കും കൊടുക്കാനില്ല. പിന്നെ രാത്രി പറഞ്ഞുള്ള അറിവാ, വയറ് വന്നങ്ങ് കമ്പിച്ചു. എള്ളല്ലേ, എണ്ണ കനച്ചു. പിന്നെ സാറപ്പച്ചൻ തന്നെ കൈവച്ച് പ്രാർത്ഥിച്ച് വയറ് ചൊട്ടി എന്നൊക്കെയാ പറഞ്ഞുള്ള അറിവ്. ഇത് ഞാൻ ഇകഴ്ത്താൻ പറഞ്ഞതല്ല, അന്നൊക്കെ അങ്ങനെ കഷ്ടതകളാ, സ്തോത്രം, ബുദ്ധിമുട്ടും ഞെരുക്കും, അങ്ങനെയൊക്കെയാ വചനം പഠിച്ചത്. VT ജോസഫ് അവർ വിളവിനാലേ അദ്ദേഹം ഒരിക്കലെ സഭയൊന്നും ഞാൻ പറഞ്ഞില്ല, സഭയിൽ ചെന്നപ്പം അദ്ദേഹത്തിൻ്റെ മകൻ ജോൺ ജോസഫ് അവർ ന്യൂനപക്ഷ കമ്മീഷൻ അംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആളായപ്പോൾ ആ സമയത്തൊക്കെ ഒരു പുതിയ വണ്ടി മേടിച്ചു. ആ വണ്ടി അങ്ങനെ ഉണ്ട്, ഈ ടാറ്റ എസ്റ്റേറ്റ് അല്ലെ സാറിനെ ഓർക്കുന്നുണ്ട്, അങ്ങനെ അല്ലേ എൻ്റെ പേര്? അപ്പം ആ വണ്ടിയിൽ അപ്പച്ചൻ ഒരു സഭയുടെ പേര് ഞാൻ പറയുന്നില്ല, സഭയെ ശുശ്രൂഷയ്ക്കായിട്ട് ചെന്നു VT ജോസഫ് അവർ. അപ്പം അവിടെ ഇരുന്ന മൂപ്പന്മാർ ചിലർക്ക് അത്ര തൃപ്തി വന്നില്ല. അപ്പച്ചൻ VT ജോസഫ് അവർ ടാറ്റ എസ്റ്റേറ്റ് വന്നിറങ്ങിയത് കണ്ടിട്ട് അത്ര തൃപ്തി. അപ്പം അതിലൊരു മൂപ്പൻ പ്രബോധനത്തിന് എഴുന്നേറ്റം പറഞ്ഞു, ഇപ്പം പാഷന്മാർക്കൊക്കെ എന്നാത്തിൻ്റെ കുഴപ്പമോ, ടാറ്റ എസ്റ്റേറ്റില്ലയോ വന്ന് ഇറങ്ങുന്നേ. VT അപ്പച്ചൻ അന്നേരം ഒന്നും മിണ്ടില്ല, അനങ്ങാതിരുന്നു. അദ്ദേഹത്തിന് ശുശ്രൂഷയ്ക്ക് അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ആ പറഞ്ഞ പുള്ളിയുടെ പേര് പറഞ്ഞു, ഞാനൊരു പേരിടുക, ആ പേരല്ല വേറൊരു പേരാ, അത് പറഞ്ഞാൽ മോശമല്ലയോ, വേറൊരു പേര് ഞാനിപ്പോൾ ഇടുക, എനിക്ക് ആ സഭയെ അറിയാം, സഭ ആൾക്കാരെയൊക്കെ അറിയാം. അപ്പോൾ പുള്ളി വിധിയപ്പൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചു, ഒത്തിരി കഷ്ടതകളും ദാരിദ്ര്യവും ദുഃഖവും പീഡയും ഒത്തിരി അടിയൊക്കെ കൊണ്ടു അയ്യോ എന്നെ ഇതുവരെ നടത്തി. ഞാനിപ്പോൾ ടാറ്റ എസ്റ്റേറ്റ് വണ്ടിയെ വന്നിറങ്ങിയത് വാത്സല്യ ജോർജ് കുട്ടി കണ്ടു. എന്നാൽ ഞാൻ പത്തനംതിട്ട എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് 6ാമടെ പോയി ബൈബിൾ ക്ലാസ് എടുത്തു, അത് ജോർജ് കുട്ടി കണ്ടില്ല. പത്തനംതിട്ട എന്ന് സന്തോഷ് മുക്കിന് അപ്പുറം വിളവനാലെ, അവരുടെ വീട് വിളവനാലെ,
വിളവനാലിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വണ്ടിക്കൂലിയില്ല, വണ്ടിയില്ല, നടന്ന് പൈപ്പിലെ വെള്ളവും കുടിച്ച് അടൂര് വഴി നടന്ന്, കൊട്ടാരക്കര വഴി നടന്ന്, ആയൂര് വഴി നടന്ന്, മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെ നടന്ന് 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 തിരുവനന്തപുരത്ത് ആറാമട വരെ നടന്നു എന്ന്, ദിവസങ്ങളെടുത്ത് നടന്നു എന്ന് ബൈബിൾ ക്ലാസ് എടുത്തു. അത് ജോർജ് ഊട്ടി കണ്ടില്ല. പുള്ളിക്ക് ആവശ്യമുള്ളതായി. അത് 5 വട്ടം ഞാൻ നടന്നെന്ന്, 5 പ്രാവശ്യം. അത് കഴിഞ്ഞ് ഞാൻ ആൽപ്പാറക്കാരനെ ബൈബിൾ ക്ലാസ് എടുക്കാൻ വിളിച്ചപ്പോൾ ഞാൻ അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് നടന്ന് തൃശ്ശൂർ ആൽപ്പാറ വരെ ഞാൻ നടന്നു. പൈപ്പിലെ വെള്ളവും കുടിച്ച് ആരെങ്കിലും വല്ലതും തരുന്നതും കഴിച്ച് നടന്ന് ഏതാ പത്തനംതിട്ട തിരുവല്ലാവഴി നടന്ന് ചങ്ങനാശ്ശേരി വഴി നേരെ കോട്ടയം കൂടി അങ്ങനെ മൂവാറ്റുപുഴ അവിടെ വാളകത്തൊക്കെയോ നടന്ന് നേരെ അങ്കമാലി കൂടി ചാലക്കുടി കൂടി നടന്ന് തൃശ്ശൂർ കൂടി നടന്ന് അങ്ങ് പട്ടിക്കാട്ടിൽ ചെന്നിട്ട് വലത്തോട്ട് കയറി ആൽപ്പാറ ചെന്ന് ബൈബിൾ ക്ലാസ് എടുത്തു. അങ്ങനെ നടന്നതും ജോറൂട്ടി കണ്ടില്ല. ഞാനിപ്പോൾ ടാറ്റ എസ്റ്റേറ്റ് വന്നതാണ് ജോറൂട്ടി കണ്ടത്. ജോർജ് ഊട്ടിക്ക് ആവശ്യമുള്ളത് അന്ന് കിട്ടി. മനസ്സിലായോ? ഞാൻ 2 പേരുടെ ദൃഷ്ടാന്തം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ 100 ദൈവദാസന്മാർ, 100 കണക്കിന് ദൈവദാസന്മാർ, അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരും, അങ്ങനെ കഷ്ടതയുടെ ഈ ചൂളയിൽ കൂടെ നടന്ന ഈ വേല വളർത്തിക്കൊണ്ട് വന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അടുത്ത കാലത്ത് TPM ഒരു മദർ പറഞ്ഞതാ, പട്ടിണി കൊണ്ട് വരുവാട്ടോ, ഇപ്പോഴല്ല പണ്ട് കപ്പയില ഇടിച്ച് പിടിഞ്ഞ്, കപ്പയില ഇടിച്ച് പിടിഞ്ഞെന്ന് നമ്മൾ പോയപ്പോഴല്ലയോ പറഞ്ഞേ. സ്തോത്രം. അങ്ങനെയൊക്കെ ആയി വേല. കല്ലുണ്ട് മുള്ളുണ്ടു കാഠിന്യമാം പള്ളും സഹിക്കണം നാമിനിയോ. കല്ലുണ്ടു മുള്ളുണ്ടു കാഠിന്യമാം പള്ളും സഹിക്കണം നാമിനിയോ. ഉള്ള വെളിച്ചത്തെ കൊള്ള ചെയ്തിടുന്ന, ഉള്ള വെളിച്ചത്തെ കൊള്ള ചെയ്തിടുന്ന ഓരല്ല സഹോദരരുള്ളതിനാൽ വേഗം കള്ള സഹോദരരുള്ളതിനാൽ വേഗം പോകാം ഇനി നമുക്ക്, പോകാം ഇനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാം ഇനി, പോകാം ഇനി നമുക്ക്, പോകാം ഇനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാം ഇനി. ഓ നാടില്ല വീടില്ല കൂടുമില്ല, അവേ കൂടെ വരാനേറെ ആളുമില്ല. നാടില്ല വീടില്ല കൂടുമില്ല, അവേ കൂടെ വരാനേറെ ആളുമില്ല. മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ ഏനാമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്, ഏനാമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്. പോകാം ഇനി നമുക്ക്, പോകാം ഇനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാം ഇനി, പോകാം ഇനി നമുക്ക്, പോകാം